കാലവർഷം ആരംഭിക്കുന്നതേ ഉള്ളൂ. എന്നാൽ വയനാടിനെ തേടിയെത്തിയത് ഒരു വലിയ ദുരന്തമാണ്. വയനാട് മേപ്പാടിയിൽ വൻ മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത്. കള്ളാടി മീനാക്ഷി പാലത്തിന് സമീപം ഉണ്ടായ അപകടത്തിൽ 3 പേരാണ് മരണപ്പെട്ടത്. മരിച്ചവർ തുരങ്കപാതയ്ക്കായി എത്തിയ നിർമ്മാണ തൊഴിലാളികളാണ്. തുരങ്കപാതയ്ക്ക് വേണ്ടി എടുത്ത മണ്ണ് ഇടിഞ്ഞു വീണാണ് അപകടമുണ്ടായത്. മണ്ണിനിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംശയിക്കുന്നു. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വയനാട് കള്ളാടിയിൽ ഇന്ന് രാവിലെ ഉണ്ടായ മണ്ണിടിച്ചിലിൽ മരണസംഖ്യ ഉയരുകയാണ്. ഇതുവരെ 3 തൊഴിലാളികളുടെ മരണം സ്ഥിരീകരിച്ചു. മരണപ്പെട്ട തൊഴിലാളികൾ എല്ലാവരും അന്യസംസ്ഥാനക്കാരാണ്. തുരങ്കപാതയ്ക്കായി കെട്ടിയുണ്ടാക്കിയ കോൺക്രീറ്റ് മതിൽ ഇടിഞ്ഞു വീണാണ് വലിയ ദുരന്തം ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലയിൽ പെയ്ത അതിതീവ്ര മഴയാണ് ഈ വലിയ ദുരന്തത്തിന് ഇടയാക്കിയത്. ഇന്നുണ്ടായ മണ്ണിടിച്ചിലിൽ ഒരു വീടും പള്ളിയും പൂർണ്ണമായും തകർന്നു. കൂടാതെ ചില വാഹനങ്ങളും മണ്ണിനിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി വിവരമുണ്ട്. തൊഴിലാളികളും റോഡിലുണ്ടായിരുന്ന യാത്രക്കാരും മണ്ണിനിടയിൽ പെട്ടിട്ടുണ്ട്. എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തമായിട്ടില്ല. പ്രദേശത്ത് ഇപ്പോഴും കനത്ത മഴ തുടരുന്നത് വലിയ വെല്ലുവിളിയാണ്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. അതേസമയം രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി മന്ത്രിമാരായ ടി സിദ്ദിഖും അനിൽകുമാറും വയനാട്ടിലേക്ക് തിരിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ഇരുവരും അപകട സ്ഥലത്തേക്ക് പുറപ്പെട്ടത്. അപകടത്തിൽ പരിക്കേറ്റ 5 പേരെ കൂടി ആശുപത്രിയിലേക്ക് മാറ്റിയതായി ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. നിലവിൽ 9 പേരാണ് വയനാട് വിംസ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഹിരാകുമാർ, ദിലീപ്, സൂരജ് യാദവ്, സഞ്ജയ് താക്കൂർ, രജനീഷ്, തന്മയ് ഘോഷ്, കൃപമാൽ, കുഞ്ചു, സന്തോഷ് കുമാർ എന്നിവരാണ് ചികിത്സയിലുള്ളത്. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.